ഒറ്റയ്ക്ക് ഒരാൾ തന്നെ രക്ഷപ്പെടാനാകില്ല എന്ന് മനസ്സിലാകുമ്പോഴാണ് മറ്റുള്ളവരും നമ്മളും ഒന്നാണെന്നുള്ള തിരിച്ചറിവുണ്ടാകുക. താൻ ഇരയാകുന്നതുവരെ വേട്ടക്കാരന് ഇരയുടെ വേദന മനസ്സിലാകില്ല. ഒരിക്കൽ വിശന്ന് വലഞ്ഞു നടക്കുന്ന ഒരു പുലി പൂച്ചയെ കണ്ടപ്പോൾ ഓടിച്ചിട്ട് പിടിക്കുവാൻ ശ്രമിച്ചു. അപകടം മണത്ത പൂച്ച ഓടി രക്ഷപ്പെട്ടു. പക്ഷേ വീണതോ ഒരു പൊട്ടക്കിണറ്റിൽ. തൊട്ടുപുറകെ ഓടിയെത്തിയ പുലിയും അതേ പൊട്ടക്കിണറ്റിൽ വീണു. പൂച്ച ഒരു വിധത്തിൽ കിണറ്റിനുള്ളിലെ അതിൻ്റെ തൊടിയിൽ കയറിപ്പറ്റി. മറ്റു മാർഗമില്ലാതെ പുലിയും മറ്റൊരു തൊടിയിൽ കയറി നിന്നു. കൈകൂപ്പി പൂച്ച പുലിയോട് പറഞ്ഞു, എന്നെ ഉപദ്രവിക്കരുത്. കുറച്ചു നേരം അനങ്ങാതിരുന്ന ശേഷം പുലി ചോദിച്ചു, ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള മാർഗം നിനക്കറിയാമോ? ഒരു കെണിയിൽ പെട്ടുപോയാൽ ഇരയും വേട്ടക്കാരനും ഒരുപോലെയാകും. പിന്നെ ബലഹീനനെ പിന്തുടർന്ന് കീഴ്പ്പെടുത്തുന്നതിൻ്റെ വൈകൃത സുഖം വേട്ടക്കാരനില്ല. ഒരേ നിസ്സഹായതയിൽ അകപ്പെട്ടതിനുള്ള ആശ്വാസം ഇരയ്ക്ക് ലഭിക്കുകയും ചെയ്യും. ഒരേ പ്രതിസന്ധിയിൽ അകപ്പെടുന്നതുവരെ ദുർബലൻ ശക്തരുടെ ഇരയാണ്. അകപ്പെട്ടു കഴിഞ്ഞാൽ സമാനരും സഹോദരരുമാണ്. സന്തോഷകാലത്ത് തമ്മിലടിക്കാനും ചേരാതിരിക്കാനും ഒട്ടേറെ കാരണങ്ങളുണ്ടാകും. അത്യാഘാതങ്ങളിൽ അകപ്പെട്ടാൽ എല്ലാ വേലിക്കെട്ടുകളും പൊളിച്ചു കളഞ്ഞ് ജീവിതം സംരക്ഷിക്കുവാൻ ശ്രമിക്കും. വിശപ്പിനേക്കാൾ വലുതാണ് ജീവനെന്നറിഞ്ഞാൽ വില്ലാളി വീരന്മാരെല്ലാം വിനീതരാകും. ജീവൻ അപകടത്തിലാകുമ്പോൾ മാത്രം സംയമനം പാലിക്കുകയും അപകട സാധ്യത അതിജീവിച്ച് കഴിയുമ്പോൾ വീണ്ടും വേർതിരിവിൻ്റെ പ്രത്യയശാസ്ത്രങ്ങളുമായി ഇറങ്ങുകയും ചെയ്യുന്നവരുമുണ്ട്. ഒഴുക്കിൽപ്പെടുമ്പോൾ ഒരുമിച്ച് നിൽക്കാൻ കാണിച്ച വ്യഗ്രത കരയ്ക്കെത്തുമ്പോൾ വേർപിരിയാനും അവർ കാണിക്കും. വഴിപിരിഞ്ഞ് വഴിമുടക്കാൻ കാണിക്കുന്ന ക്രിയാത്മകതയും ഉത്സാഹവും കൈപിടിച്ച് കർമ്മനിരതരാകാൻ കാണിച്ചിരുന്നെങ്കിൽ എത്ര കരുത്തുള്ളതാകുമായിരുന്നു ഓരോ സമൂഹവും. തോൽക്കുന്നവനും ജയിക്കുന്നവനും ഉള്ളിടത്ത് എന്നും അപകർഷതയുടെയും അകംഭാവത്തിൻ്റെയും അന്തർധാര ഉണ്ടാകും. എല്ലാവരും അവരവരുടെ ശരികൾ മുറുകെ പിടിച്ചു നിൽക്കുമ്പോൾ ചില സ്വാഭാവിക പ്രതിസന്ധികൾ ഉടലെടുക്കും. അവിടെ ഇനി എന്ത് എന്ന ചോദ്യം പ്രാധാന്യമാകും. അത്തരം പാഠങ്ങൾ അന്യാനുഭവത്തിൽ നിന്നു തന്നെ പഠിക്കുന്നവൻ മനുഷ്യൻ. അനേകാനുഭവങ്ങൾ ഉണ്ടായിട്ടും പഠിക്കാത്തവൻ മണ്ടൻ. അതുകൊണ്ട് പ്രിയരെ, ഒഴുക്കിൽ പെട്ടുപോയവർ കൂട്ടമായി നിന്ന് രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്നത് പോലെ പ്രതിസന്ധികളുടെ നടുവിൽ ഒറ്റക്കെട്ടായി നമുക്ക് നിൽക്കാം. രക്ഷപ്പെട്ടതിന് ശേഷം ചിതറിച്ചു കളയുവാൻ ആരെങ്കിലും ശ്രമിക്കുന്നെങ്കിൽ അത് ദൈവഹിതമല്ല. ദൈവസ്നേഹം ഐക്യതയുടേതാണ്, സാഹോദര്യത്തിൻ്റെതാണ്, ആത്മാർത്ഥതയുടേതാണ്. അത് നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല. നേട്ടങ്ങൾ കിട്ടുമ്പോൾ ഒരുമിച്ച് നിൽക്കുകയും നേട്ടങ്ങൾ നഷ്ടമാകാൻ ഭിന്നിക്കുകയും ചെയ്യുന്ന സ്വഭാവം പൈശാചികമാണ് എന്നോർത്തുകൊണ്ട് നമ്മുടെ അനുദിന ജീവിതത്തെ ചിട്ടയോടെ കർത്താവിൻ്റെ പാദാന്തികത്തിൽ സമർപ്പിച്ച് മുന്നേറാം. അതിനായി കർത്താവ് സഹായിക്കട്ടെ.